എല്ലാവരും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം സമ്പാദിക്കുന്നവരാണ്. ആ പണം നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? മിക്കവാറും ഏതെങ്കിലും ബാങ്കിലായിരിക്കും അല്ലേ? പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ പണം അവിടെ ശരിക്കും സുരക്ഷിതമാണോ? ഇടയ്ക്ക് നമ്മൾ കേൾക്കാറില്ലേ, ചില ബാങ്കുകൾ പൊളിഞ്ഞു, ചിലർ കോടികൾ തട്ടിച്ച് രാജ്യം വിട്ടു എന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും, നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ച നമ്മുടെ പണത്തിന് എന്ത് സംഭവിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഒരൊറ്റ പേര്: RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പണത്തിന്റെ കാവൽക്കാരനായ RBI എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും എന്തുകൊണ്ടാണ് നമുക്ക് ധൈര്യമായി ബാങ്കുകളെ വിശ്വസിക്കാൻ കഴിയുന്നത് എന്നുമാണ്. നമുക്ക് RBIയെ ഒരു സൂപ്പർ ഹീറോ ആയി സങ്കല്പിക്കാം, അല്ലെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും അച്ഛനായി കാണും. ഈ അച്ഛന്റെ പ്രധാന ജോലി മക്കളായ ബാങ്കുകൾ നേരായ വഴിക്ക് നടക്കുന്നുണ്ടോ എന്നും അവരെ വിശ്വസിച്ച് പണം ഏൽപ്പിച്ച നമ്മളെ പോലുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തുകയാണ്. അതിന് RBI ഉപയോഗിക്കുന്ന ചില ശക്തമായ നിയമങ്ങളും ടൂളുകളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് CRR, SLR എന്നിവ. ഒന്നാമത്തെ നിയമം CRR, ക്യാഷ് റിസർവ് റേഷ്യോ. ഇതിനെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം: ബാങ്ക് RBI എന്ന അച്ഛനോട് പറയുന്നു, അച്ഛാ, ആളുകൾ എൻ്റെ കയ്യിൽ 100 രൂപ തന്നിട്ടുണ്ട്. അപ്പോൾ RBI പറയും, വളരെ നല്ല കാര്യം, പക്ഷേ ആ 100 രൂപയും നീ ബിസിനസ് ചെയ്യാനോ ലോൺ കൊടുക്കാനോ ഉപയോഗിക്കരുത്. അതിൽ നിന്ന് ഒരു 4 രൂപ ഇങ്ങ് എൻ്റെ കയ്യിൽ താ, ഞാനത് സുരക്ഷിതമായി വെച്ചോളാം. ഇതിനെയാണ് CRR എന്ന് പറയുന്നത്. അതായത് ബാങ്കുകൾക്ക് കിട്ടുന്ന ഓരോ നിക്ഷേപത്തിന്റെയും ഒരു നിശ്ചിത ശതമാനം അവർ RBIയുടെ കയ്യിൽ പണമായി തന്നെ സൂക്ഷിക്കണം. ഈ പണത്തിന് ബാങ്കിന് യാതൊരു പലിശയും കിട്ടില്ല. ഇതൊരു സുരക്ഷാ നിക്ഷേപമാണ്. ബാങ്ക് എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടാൽ ഉപയോഗിക്കാനുള്ള ഒരു കരുതൽ ധനം. രണ്ടാമത്തെ നിയമം SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇനി അച്ഛനായ RBI വീണ്ടും പറയും, ശരി, 4 രൂപ നീ എനിക്ക് തന്നു, ഇനി ഒരു 18 രൂപ ഉദാഹരണത്തിന് നീ നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. പക്ഷെ ആ പണം തൊട്ടുപോകരുത്. അത് ലോൺ കൊടുക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ പാടില്ല. ഇതിനെയാണ് SLR എന്ന് പറയുന്നത്. ഈ പണം ബാങ്കുകൾക്ക് അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കാം, പക്ഷേ വെറും നോട്ടായിട്ടല്ല. അത് സ്വർണമായോ അല്ലെങ്കിൽ ഗവൺമെന്റ് പുറത്തിറക്കുന്ന ബോണ്ടുകളായോ വേണം സൂക്ഷിക്കാൻ. കാരണം ഇവയെല്ലാം എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന ആസ്തികളാണ്. ഇതിലൂടെ ബാങ്കിന് ചെറിയൊരു വരുമാനം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നിക്ഷേപിച്ച 100 രൂപയിൽ 4 രൂപ CRR ആയി RBIയുടെ കയ്യിലും 18 രൂപ SLR ആയി ബാങ്കിന്റെ കയ്യിലും സുരക്ഷിതമായി പൂട്ടിയിരിക്കുകയാണ്. ബാക്കി വരുന്ന 78 രൂപ മാത്രമേ ബാങ്കിന് ലോൺ കൊടുക്കാനും മറ്റുമായി ഉപയോഗിക്കാൻ കഴിയൂ. ഇത് ബാങ്കുകളുടെ കയ്യിൽ എപ്പോഴും ഒരു സുരക്ഷാ കരുതൽ ഉറപ്പുവരുത്തുന്നു. ഇതൊക്കെ നിയമങ്ങൾ. ഇനി ഒരു പക്ഷേ ഇതെല്ലാം മറികടന്ന് ഒരു ബാങ്ക് തകർന്നാലോ? അപ്പോഴും നമ്മുടെ പണം പോകുമോ? ഇല്ല. അവിടെയാണ് RBIയുടെ ഏറ്റവും വലിയ ഉറപ്പ് വരുന്നത്, നമ്മുടെ യഥാർത്ഥ രക്ഷാ കവചം DICGC ഇൻഷുറൻസ്. ഇതിനെക്കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരിക്കൽ കൂടി പറയാം, RBIയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, DICGC, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളിലെയും നമ്മുടെ ഓരോ നിക്ഷേപത്തിനും ഈ സ്ഥാപനം ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട്. അതായത് ഒരു ബാങ്ക് എങ്ങാനും തകർന്നാൽ നിങ്ങളുടെ നിക്ഷേപവും അതിന്റെ പലിശയും ചേർത്ത് 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് തിരികെ കിട്ടുമെന്ന് DICGC ഉറപ്പു നൽകുന്നു. ഒരാൾക്കൊരു ബാങ്കിൽ 5 ലക്ഷം രൂപ വരെയാണ് ഈ പരിരക്ഷ. നിങ്ങൾക്ക് പല ബാങ്കുകളിലായി നിക്ഷേപം ഉണ്ടെങ്കിൽ ഓരോ ബാങ്കിലും 5 ലക്ഷം രൂപ വീതം സുരക്ഷിതമായിരിക്കും. അപ്പോൾ നമുക്ക് ബാങ്കുകളെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? കാരണം വെറും ഒരു കെട്ടിടത്തെയോ അതിലെ ജോലിക്കാരെയോ അല്ല നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു സംവിധാനത്തെയാണ്. ബാങ്കുകളുടെ അച്ഛനായി പ്രവർത്തിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന കാവൽക്കാരൻ. ബാങ്കുകളെ അച്ചടക്കം പഠിപ്പിക്കുന്ന CRR, SLR പോലുള്ള കർശന നിയമങ്ങൾ. എല്ലാം കൈവിട്ടു പോയാലും നമ്മുടെ പണം തിരികെ നൽകുമെന്ന് ഉറപ്പു തരുന്ന 5 ലക്ഷം രൂപയുടെ DICGC ഇൻഷുറൻസ് പരിരക്ഷ. അടുത്ത തവണ നിങ്ങൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ ഒന്ന് ഓർക്കുക, നിങ്ങളുടെ പണം വെറുതെ ഇരിക്കുകയല്ല. അതിനു ചുറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുക്കിയ ഒരു വലിയ സുരക്ഷാ വലയമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.